സ്ഥാനാർത്ഥികളും എതിർ സ്ഥാനാർത്ഥികളും പിന്നെ മൂന്നാം മുന്നണിയുടെ അല്ലെങ്കിൽ നാലാം മുന്നണിയുടെയൊക്കെ സാന്നിധ്യവും തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമാം വിധം അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. രാജഗോപാൽ പിടിച്ച പോലെ രാജീവ് ചന്ദ്രശേഖർ പിടിക്കുമോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നിയമത്തിൻ്റെ വിധി വരിക. അപ്പോൾ ഇവർ തമ്മിലുള്ള വലിയ മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായിരുന്നു, കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായിരുന്നു, ഇത്തവണ മൂന്നാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യാനാണ് സാധ്യത. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ജനസ്വാധീനമുള്ള ഒരാളെ നിർത്തി കഴിഞ്ഞാൽ UDF ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. കോവളം കഴിഞ്ഞാൽ പിന്നെ UDF കോൺഗ്രസിനും ജയസാധ്യതയുള്ള മണ്ഡലം തിരുവനന്തപുരം സെൻട്രലാണ്. അപ്പോൾ വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥി K മുരളീധരനാണ്. മുരളീധരൻ നേരത്തെ 2 തവണ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൂട്ട് മുഴങ്ങിയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയവും വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ തിരുവനന്തപുരത്ത് സമാപിച്ചതിന് ശേഷമേ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാകൂ എന്നാണ് കരുതപ്പെടുന്നത്. ഇടതുമുന്നണിയാണെങ്കിലും ചീട്ടുകൾ പുറത്ത് കാണിച്ചിട്ടില്ല. BJP സ്ഥാനാർത്ഥികളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ചില പ്രധാന നേതാക്കന്മാരുടെ സീറ്റുകൾ മാത്രമേ നിർണ്ണയിക്കപ്പെടുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ജില്ലകൾ തിരിച്ച് വിശകലനം ചെയ്യാനുള്ള ഒരു സാഹസത്തിന് ഒരുങ്ങുന്നത്. പൊതുവായ ട്രെൻഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓരോ മണ്ഡലവും ഇഴതിരിച്ച് പ്രത്യേകമായിട്ട് പറയുന്നത് ഈ ഘട്ടത്തിൽ അത്ര സുഗമമല്ല, അത്ര ആശാസ്യവുമല്ല. കാരണം സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളും എതിർ സ്ഥാനാർത്ഥികളും പിന്നെ മൂന്നാം മുന്നണിയുടെ അല്ലെങ്കിൽ നാലാം മുന്നണിയുടെയൊക്കെ സാന്നിധ്യവും തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമാം വിധം അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ റിബലുകളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളും ഉണ്ട്. അതുകൊണ്ട് പൊതുവായ ഒരു വിശകലനമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. നമ്മൾ ആദ്യം സമീപിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല ജനസംഖ്യാ അനുപാതത്തിലാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിലൊന്നാണ്. 14 മണ്ഡലങ്ങൾ ആ ജില്ലയിലുണ്ട്. അത് മണ്ഡല പുനർവിഭജനത്തിന് മുമ്പും 14ആയിരുന്നു, ഇപ്പോഴും 14ആണ്. തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളെ നമുക്ക് ഏകദേശം 3ആയിട്ട് തിരിക്കാം. ഒന്ന് തെക്കൻ തിരുവിതാംകൂർ, അതായത് തിരുവനന്തപുരത്തിന് തെക്കുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് പാറശാല, നെയ്യാറ്റിൻകര, അതുപോലെ കോവളം മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളുടെ പ്രത്യേകത ഒന്ന് നാടാർ, അതുപോലെ ലാറ്റിൻ കാത്തലിക് സമുദായങ്ങൾക്ക് അവിടെയുള്ള ഒരു പ്രാമുഖ്യമാണ്. അത് പുരാതന കാലം മുതൽക്ക് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. മുമ്പൊക്കെ സ്ഥിരമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ സമീപകാലത്ത് അതിൻ്റെ ആ ഘടനയിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. കോവളത്ത് മാത്രമാണ് നിലവിൽ കോൺഗ്രസ് MLA ഉള്ളത്. കോവളം തന്നെ നമ്മുടെ നീല ലോഹിതദാസ് നാടാരുടെ വലിയ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് അവിടെ കോൺഗ്രസിൻ്റെ M വിൻസെൻ്റാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും വിൻസെൻ്റ് സ്ഥാനാർത്ഥിയാണ്. വിൻസെൻ്റ് ഇതിനെതിരെ വീണ്ടും ജനതാദളിലൊരു സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അവിടെ വിൻസെൻറ്റിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. കോൺഗ്രസിന് മേൽക്കൈയുള്ള, കോൺഗ്രസിന് ജയസാധ്യതയുള്ള തിരുവനന്തപുരം ജില്ലയിലെ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് കോവളം എന്ന് നമുക്ക് പറയാം. പാറശാലയും കോൺഗ്രസിന് വലിയ ശക്തിയുള്ള പ്രദേശമാണ്. പക്ഷേ അവിടെ നിലവിൽ CPMൻ്റെ MLA ആണ്. നെയ്യാറ്റിൻകരയിലെ സ്ഥിതിയും ഏറെക്കുറെ ഇത് തന്നെയാണ്. നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസിന് വലിയ മേൽക്കൈയുണ്ട്. സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടും മേൽക്കൈയുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെയും CPMൻ്റെ MLA ആണ് ഉള്ളത്. ഇനി തിരുവനന്തപുരം നഗരമണ്ഡലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നഗരമണ്ഡലങ്ങൾ പ്രധാനമായിട്ടും 4 ഒന്ന് തിരുവനന്തപുരം സെൻട്രൽ, മറ്റേത് നേമം, മൂന്നാമത്തത് വട്ടിയൂർക്കാവ്, നാലാമത്തത് കഴക്കൂട്ടം. ഈ BJP ഏറ്റവും അധികം ആശ വച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന പ്രദേശമാണ് തിരുവനന്തപുരം നഗരത്തിലെ 4 മണ്ഡലങ്ങൾ. അതിൽ തന്നെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നിവ. നായർ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നായർ സമുദായ അംഗങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്, വലിയ സംഖ്യാബലമുള്ള പ്രദേശമാണ് തിരുവനന്തപുരം നഗരമണ്ഡലങ്ങൾ. തിരുവനന്തപുരം സെൻട്രലിലാണ് താരതമ്യേന കുറവുള്ളത്. അവിടെ നായർ സമുദായത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ ക്രിസ്ത്യൻ, അതുപോലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ BJPക്ക് ജയിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. അവിടെ കോൺഗ്രസ്സിന് ആണ് മുൻകൈയുള്ളത്. അവിടെ ഒരു പക്ഷേ CP ജോൺ മത്സരിച്ചേക്കും എന്ന് കേൾക്കുന്നു. ഇനി മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും നല്ല ജനസ്വാധീനമുള്ള ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ UDF ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. കോവളം കഴിഞ്ഞാൽ പിന്നെ UDF കോൺഗ്രസിനും ജയസാധ്യതയുള്ള മണ്ഡലം തിരുവനന്തപുരം സെൻട്രലാണ്. പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന പഴയ തിരുവനന്തപുരം നോർത്തായിരുന്ന ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് മണ്ഡലം. വട്ടിയൂർക്കാവിലും BJPക്ക് വലിയ സ്വാധീനമുണ്ട്.
പക്ഷേ കോൺഗ്രസ് തുല്യനിലയിൽ തന്നെ കൂടെയുണ്ട്. നിലവിലുള്ള MLA CPM VK പ്രശാന്താണ് മുൻ മേയർ. പ്രശാന്ത് സാമാന്യം ജനസ്വാധീനമുള്ള ആളാണ്. സാധാരണ CPMകാർക്കില്ല ഉള്ള പോലെ മസിൽ പിടുത്തം അദ്ദേഹത്തിന് ഇല്ല എന്നൊരു ഗുണം കൂടിയുണ്ട്. ചെറുപ്പക്കാരനാണ്, സ്വീകാര്യനാണ്. അപ്പോൾ വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥി K മുരളീധരനാണ്. മുരളീധരൻ നേരത്തെ 2 തവണ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും ജയിക്കാൻ സാധ്യതയുള്ള ആളാണ്. മുരളീധരൻ അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷയ്ക്ക് കാരണമായി നിൽക്കുന്നത്. VK പ്രശാന്ത് മോശക്കാരനൊന്നുമല്ല, ഗംഭീര സ്ഥാനാർത്ഥിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി മോശമൊന്നാകാൻ സാധ്യതയില്ല. സ്ഥാനാർത്ഥിയുടെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ വലിയ മത്സരം നടക്കാൻ പോകുന്നത്. കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരിക്കും വട്ടിയൂർക്കാവ്. നേമത്ത് BJPക്ക് കുറച്ചുകൂടി സൗകര്യമുണ്ട്. അവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വീണ്ടും മത്സരിക്കും എന്നാണ് കരുതുന്നത്. ശിവൻകുട്ടി പലതവണ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത മണ്ഡലമാണ് നേമം. പക്ഷേ BJPക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തി ഉള്ള മണ്ഡലമാണ്. മുസ്ലിം വോട്ടർമാർ താരതമ്യേന കുറഞ്ഞ പ്രദേശമാണ്. നായർ സമുദായ അംഗങ്ങൾക്ക് വലിയ മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. രാജീവ് ചന്ദ്രശേഖറായിരിക്കും BJP സ്ഥാനാർത്ഥി എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ പ്രത്യേകിച്ച് വലിയ റെലവൻസ് ഒന്നുമില്ല. കഴിഞ്ഞ തവണ K മുരളീധരൻ മത്സരിച്ചുകൊണ്ടാണ് അവിടെ BJP സ്ഥാനാർത്ഥിയായിരുന്നു കുമ്മൻ രാജശേഖർ തോറ്റുപോയത്. ഇത്തവണ മുരളീധരൻ ഏതായാലും വട്ടിയൂർക്കാവിലാണ്. മുരളീധരനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് ഇത്തവണ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ നേർക്ക് നേർ പോരാട്ടമായിരിക്കും അവിടെ നടക്കുക. അന്യതാ കോൺഗ്രസ് കിട്ടാൻ വരുന്ന വോട്ടുകൾ അത് ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെടുമോ, അതോ അതിൽ നിന്നും ഒരു ഭാഗം പണ്ട് രാജഗോപാൽ പിടിച്ച പോലെ രാജീവ് ചന്ദ്രശേഖർ പിടിക്കുമോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നിയമത്തിൻ്റെ വിധി വരിക. BJPക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് നേമം എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇതിനോട് ചേർത്ത് പറയാവുന്നൊരു മണ്ഡലമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് നിലവിലുള്ള MLA നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹത്തിന് അതിശക്തനായ എതിരാളിയാണ് V മുരളീധരൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള വലിയ മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിരിക്കും. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ 3-ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യാനാണ് സാധ്യത. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമായിട്ടില്ല. മുരളീധരൻ അവിടെ ജയിക്കാൻ വേണ്ടി പഠിച്ച പണി 18 പയറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് കരുതി കടകംപള്ളി സുരേന്ദ്രൻ വിട്ടുകൊടുക്കും എന്ന് വിചാരിക്കേണ്ടതില്ല. ഒരു കാര്യം കൂടി ഞാൻ അതിനകത്ത് ചേർത്ത് പറയാം. സാധാരണക്കാരായ BJPക്കാർക്ക് മുരളീധരനേക്കാളും സ്വീകാര്യനായിട്ടുള്ള, സമ്മതനായിട്ടുള്ള, അപ്രോച്ചബിളായിട്ടുള്ള സ്ഥാനാർത്ഥി കടകംപള്ളിയാണ് എന്നാണ് തലസ്ഥാനത്തെ അഭിജ്ഞ വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുരളീധരൻ്റെ വിജയം അത്ര തന്നെ എളുപ്പമായിരിക്കില്ല. അഥവാ കടകംപള്ളിയെ തോൽപ്പിക്കുക ഒട്ടും തന്നെ ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യവുമായിരിക്കില്ല. ഒരല്പം ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കുന്നത് കടകംപള്ളിയാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ 7 മണ്ഡലങ്ങളെ സംബന്ധിച്ച് പൊതുവായിട്ട് പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് മൊത്തത്തിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കേരളത്തിൽ പൊതുവേ ഒരു UDF ട്രെൻഡാണ്. അഥവാ LDFന് വിപരീതമായ ഒരു ട്രെൻഡ് തീർച്ചയായിട്ടും ഉണ്ട്. അത് തിരുവനന്തപുരം നഗരമണ്ഡലങ്ങളിൽ BJPക്ക് ഗുണകരമാകാനും മറ്റ് പ്രദേശങ്ങളിൽ UDFന് ഗുണകരമാകാനുമാണ് സാധ്യത. എന്ന് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്ക് കോൺഗ്രസിന് വേറൊരു ഹാൻഡിക്യാപ്പ് ഉണ്ട്. കോൺഗ്രസ് തീരെ പെർഫോം ചെയ്യാത്തൊരു ജില്ലയാണ് തിരുവനന്തപുരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA ആകെ വിൻസെൻറ്റ് മാത്രമേ ഉള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതല്ല ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ കോൺഗ്രസ് പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജില്ലാ പഞ്ചായത്തിലേക്ക് LDF ആണ് ഭൂരിപക്ഷം നേടിയത്. കോർപ്പറേഷനിൽ ആദ്യമായിട്ട് BJPയാണ് ഭരണം പിടിച്ചത്. അപ്പോൾ കോൺഗ്രസ്സിന് UDFന് ഇപ്പോഴും ക്ലച്ച് പിടിക്കാത്ത ഒരു ജില്ലയുണ്ടെങ്കിൽ അത് തിരുവനന്തപുരമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ജില്ലയിലെ ബാക്കി 7 മണ്ഡലങ്ങളെ സമീപിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ ബാക്കി 7 നിയോജകമണ്ഡലം സംബന്ധിച്ച് പറയാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. മണ്ഡലങ്ങളുടെ പേരാദ്യം പറയാം. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, കാട്ടാക്കട, അരുവിക്കര, വാമനപുരം. ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള നോക്കിക്കഴിഞ്ഞാൽ ഇത് പൊതുവെ CPMന് നല്ല മേൽക്കൈയുള്ള പ്രദേശമാണ്. ആറ്റിങ്ങൽ മണ്ഡലം പൊതുവേ തന്നെ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPMന് മേൽക്കോയ്മയുള്ള പ്രദേശമാണ്. നെടുമങ്ങാട് നിലവിൽ CPIയുടെ മണ്ഡലമാണ്. ബാക്കിയെല്ലാം CPMന് MLAമാരുള്ള മണ്ഡലങ്ങളാണ്. ഇവിടെ കടന്നു കയറുക കോൺഗ്രസിനും BJPക്കും അത്ര എളുപ്പമല്ല. ആറ്റിങ്ങലും ചിറയൻകീഴിലുമൊക്കെ BJP കഴിഞ്ഞ തവണ അവരുടെ സാന്നിധ്യം തെളിയിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ആറ്റിങ്ങലും ചിറയൻകീഴും പട്ടികജാതി സംവരണ മണ്ഡലങ്ങളും കൂടിയാണ്. നെടുമങ്ങാട് CPIയുടെ ഉരുക്കുകോട്ടയാണ്. വർക്കലയും CPMൻ്റെ കേന്ദ്രമാണ്.
കഴിഞ്ഞ 2 തവണയും വി ജോയിയാണ് മത്സരിച്ച്, ഇത്തവണയും ജോയി തന്നെ മത്സരിക്കും എന്നാണ് അറിയുന്നത്. വാമനപുരം എന്ന് പറഞ്ഞ ഒരു കാലത്തും കോൺഗ്രസ് ജയിക്കാത്ത മണ്ഡലമാണ്. പണ്ട് കരുണാകരനുള്ള കാലത്ത് അത് നാഷണൽ RSPക്ക് ഒഴിഞ്ഞു വെച്ച സീറ്റായിരുന്നു. കാരണം ഒരു കാരണവശാലും ക്ലച്ച് പിടിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട്. അരുവിക്കരയുടെ കാര്യത്തിലും അരുവിക്കര പണ്ട് ആര്യനാടായിരുന്ന കാലത്ത് RSPയുടെ മണ്ഡലമായിരുന്നു. ജി കാർത്തികേയൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ചെന്നപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായത് 91-ൽ. ജി കാർത്തികേയൻ ജീവിച്ചിരുന്നിടത്തോളം കാലം അദ്ദേഹമായിരുന്നു അവിടുത്തെ MLA. അദ്ദേഹത്തിൻ്റെ മരണശേഷം മകൻ ശബരിനാഥൻ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പൊതുതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. കഴിഞ്ഞ തവണ CPM അവിടെ സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. സാമുദായികമായിട്ടുള്ള ചില അടിവരിവുകളും ഉണ്ടായി. ഏതായാലും സ്റ്റീഫൻ ജയിച്ചു, ശബരിനാഥൻ തോറ്റു. അങ്ങനെ ആ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് കൈവിട്ടുപോയി. കോൺഗ്രസിന് ആകെ ഉണ്ടായിരുന്ന 2 സീറ്റിൽ ഒന്ന് അരുവിക്കരയായിരുന്നു, അത് നഷ്ടപ്പെട്ടു. അങ്ങനെ കോവളം മാത്രമായി. മറ്റ് മണ്ഡലങ്ങളുടെ സ്ഥിതി ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. ഈ പ്രദേശത്തായിരിക്കും LDFന് നിർണായകമായ വിജയം ഉണ്ടാകാൻ പോകുന്നത്. 7-ൽ ഏറെക്കുറെ 7 സീറ്റും അല്ലെങ്കിൽ 6 സീറ്റെങ്കിലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF നിലനിർത്താനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. ഈ കൈവിട്ട് പോയേക്കാവുന്ന ഒരു സീറ്റ് ഒന്നുകിൽ അരുവിക്കരയായിരിക്കും, അതല്ലെങ്കിൽ വർക്കലയായിരിക്കും. അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതാത് സ്ഥലത്തെ MLAമാർ വളരെ ജനസ്വാധീനമുള്ളവരാണ്. ഈ 2 തവണ അല്ലെങ്കിൽ 3 തവണ എന്നുള്ള നിബന്ധനയൊന്നും ഇത്തവണ പാലിക്കേണ്ട എന്ന് CPM തീരുമാനിച്ചത് ഇതുപോലുള്ള സ്ഥാനാർത്ഥികളെ വേറെ കണ്ടെത്തി അവരെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് LDFന് പൊതുവെ മേൽക്കൈയുള്ളത്, അഥവാ UDFന് വളരെ പിന്നോക്കാവസ്ഥ ഉള്ളത്, BJPക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളത്. ഇതാണ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു ഏകദേശ രാഷ്ട്രീയ ചിത്രം.